तो प्रभु के अति पवित्र की और धन्यवाद हो। ഈ നല്ല ഉയർപ്പിന്റെ ദിനത്തില് ഈ പ്രഭാത സമയത്തില് പ്രിയ ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന ഈ നല്ല സമയം ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്ന ഒരു സന്ദർഭമാണിത്. और आज ये आमीन जो प्रभु की उपस्थिति में आए हुए दिन, आमीन, प्रभु के लोगों के साथ ये समय बिताने के लिए प्रभु ने मुझे अवसर दिया है। इसे मैं बड़े श्रेष्ठ अनुभवों के रूप में मैं अपने जीवन में समझता हूँ। ഇപ്രകാരം ഈ സൂം മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസനോട് ഞാൻ എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ നേരത്തെ മുഖപരിചയമോ ഒന്നുമില്ലെങ്കിൽ തന്നെയും ഇപ്രകാരം ഈ സൂം മീറ്റിംഗിൽ കടന്നു വരുവാൻ കർത്താവ് അവസരം തന്നു. അത് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. और प्रभु के दास ने जो मुझे इस मीटिंग में आने के लिए जो न्योता दिया है, मैं प्रभु के दास को धन्यवाद देता हूँ। जैसे प्रभु के दास ने बताया, पहले हमारे कोई आमीन आपसी मुलाकात या कोई संबंध नहीं रहा है, फिर भी प्रभु ने ऐसा एक अवसर हमें दिया है, इसलिए मैं प्रभु का स्तुति करता हूँ। കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച് കഴിഞ്ഞ നാളുകളിൽ പ്രിയ ദൈവമക്കള് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്ന ദൈവമക്കള്, നേരിൽ പരിചയമില്ലാത്തവര്, കണ്ടിട്ടില്ലാത്തവര് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ് ഇന്ന് പകൽക്കാലം ഈ സൂം മീറ്റിംഗിൽ ആയിരിക്കാൻ കർത്താവ് അവസരം തന്നത്. जैसे प्रभु के दास ने हमें याद दिलाया कि पिछले समयों में दुनिया भर के अलग अलग क्षेत्रों से भी लोग जिन्होंने हमें देखा है, नहीं भी देखा है, आप लोग सभी ने हमारे लिए प्रार्थना करते रहे। और प्रार्थना का एक परिणाम है कि मैं आज आपके सामने उपस्थित रहता हूँ। നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. हमारा परमेश्वर जो है प्रार्थना सुनने वाला प्रभु है। കേൾക്കുക മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ദൈവം നമുക്ക് ഉത്തരവും തരുന്ന ദൈവമാണ്. और केवल वो परमेश्वर प्रार्थना सुनने वाला प्रभु ही नहीं है, परंतु प्रार्थनाओं का उत्तर भी देने वाला परमेश्वर है। പക്ഷെ അതിനകത്ത് ഒരല്പം വ്യത്യാസമുള്ളത്, ഉത്തരം നമ്മുടെ സമയത്ത് നമുക്ക് ലഭിക്കത്തില്ല, അത് ദൈവത്തിന്റെ സമയത്ത് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. परंतु उसके अंदर थोड़ा सा जो आमीन एक 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 बदलावट इस प्रकार से हम अनुभव कर सकते हैं कि उत्तर जो है हम जब चाहते हैं, जैसे चाहते हैं वैसे नहीं, लेकिन जैसा परमेश्वर चाहता है वैसे वो हमें उत्तर देता है। ഈ പ്രഭാത സമയത്തില് വെളുപ്പിന് 4 മണി മുതല് നാം പല വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നാം വിശ്വസിക്കുക, ആ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്കെല്ലാം കർത്താവിന്റെ സമയത്ത് നമുക്ക് ഉത്തരം തരും. ആമേൻ. और इस सुबह के समय से 4 बजे से लेकर अब प्रार्थना करते बैठे हुए थे, अलग अलग विषयों के लिए हम प्रार्थना कर रहे हैं। और मैं विश्वास करता हूं कि हमारे प्रभु जो हैं, हमारी प्रार्थनाओं का उत्तर हमारे समय में नहीं, परंतु प्रभु अपने समय पर हमें सारे विषयों का उत्तर देगा। ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പറയുവാൻ തന്നെ എനിക്ക് അനേക മണിക്കൂറുകൾ വേണം. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചു, അനുഭവങ്ങൾ പറയണം, സാക്ഷ്യം പറയണം, ദൈവവചനത്തിൽ നിന്നും അല്പം ഷെയർ ചെയ്യണം. അതെങ്ങനെ അഡ്ജസ്റ്റ് ആകുമെന്നുള്ള എനിക്കറിയത്തില്ല. और मैं अपने जीवन के यदि अनुभवों को बांटते रहूं तो बहुत सारे आमीन घंटों बीत जाएंगे, परंतु मैं नहीं जानता, प्रभु के दास ने मुझसे कहा है कि अपने अनुभवों को और प्रभु का वचन को भी बांटना है। मैं कैसे करूंगा, मैं ये नहीं समझ पा रहा हूँ। നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനും എൻ്റെ വൈഫും ഞങ്ങള് ജയിലിലായിരുന്നു നീണ്ട വർഷങ്ങള്. और आप सब लोग शायद जानते होंगे कि मैं और मेरी पत्नी जो हैं, आमीन, पिछले कई लंबे समय तक जेल में बंद रहा है। ഞാൻ 1992 കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ രാജസ്ഥാനിൽ വന്നതാണ്. मैं 1992 में जो है प्रभु की सेवकाई के संबंधित राजस्थान के उस क्षेत्र में मैं गया था। എന്റെ 24 വർഷം ചർച്ച് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ജയ്പൂരിൽ തന്നെയായിരുന്നു, ഒരേ സ്ഥലത്തായിരുന്നു. और 24 साल जो है कलीसिया संबंधित सेवकाइयों को ध्यान में रखते हुए मैं जयपुर शहर में ही प्रभु की सेवा को किया है। ആമേൻ. ചർച്ചിലെ അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാനും അനേകരെ ഈ കൈകൊണ്ട് സ്നാനപ്പെടുത്തുവാനും
അനേക കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. और बहुत सारे बच्चों को जो है बहुत सारे लोगों को जो है विश्वास में लेकर आने के लिए, उन्हें बपतिस्मा दिलाने के लिए, और बहुत सारे बच्चों को समर्पण प्रार्थना कराने के लिए ये हाथों को प्रभु ने बलवंत किया है। എന്നാൽ എൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഏറ്റവും ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത് ജയിലിലായിരുന്നപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്ത ആ ശുശ്രൂഷ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷവും അതാണ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുവാൻ കഴിയുന്നത്. परंतु मेरी सेवकाई के समयों में, मैं जब जेल में बंद रहा, उन दिनों में मैंने जो सेवकाइयों को किया था, वही मेरे जीवन में सबसे बड़ा आनंद प्रदान करने वाला समय मेरे सेवकाई में रहा है। ഇപ്പോഴും ഞാൻ ജയ്പൂർ പട്ടണത്തിൽ തന്നെ ഉള്ള ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ പാസ്റ്ററായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്നാൽ ഇവിടെയും നല്ല അനുഭവങ്ങള്, വിശ്വാസികളിൽ നിന്നുള്ള, ദൈവമക്കളിൽ നിന്നുള്ള നല്ല കൂട്ടായ്മ, നല്ല സ്നേഹം, മറ്റു ദൈവദാസന്മാരിൽ നിന്നുള്ള സഹകരണം ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിനെ കഴിഞ്ഞെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായി എനിക്ക് കാണുവാൻ കഴിയുന്നത് ആ ജയിലിലായിരുന്നപ്പോൾ ജയിലിൽ കിടക്കുന്ന ആ ജയിൽ ബന്ദികളോട് ഒരുമിച്ച് താമസിച്ച് അവരോട് ഒരു ദിവസമെങ്കിലും ഒന്ന് സുവിശേഷം പറയുവാൻ ലഭിക്കുന്ന ആ അവസരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശ്രേഷ്ഠമായി ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. अब वर्तमान में जो हूँ मैं जयपुर में ही एक कलीसिया का सेवकाई में मैं शामिल हूँ, और वहां पर भी मुझे अच्छे अनुभवों को दिन प्रतिदिन विश्वासियों के संबंधित मुझे प्राप्त होती रहती हैं। फिर भी आमीन, पिछले समयों में मैं जब जेलों में बंद था, तो उन जेल के लोगों के साथ आमीन एक एक दिन जो समय मैं बिताता था, और उनके जीवन में जो प्रभु का वचन को देने के लिए मेरे अंदर जो आग्रह होता था, इन सारी बातों को याद करते हुए मुझे ऐसा लगता है कि उन दिनों का वो पल जो है मेरे लिए बहुत बड़ा आनंद का एक समय रहा है। ഞാൻ കേരളത്തില് കണ്ണൂർ എന്ന സ്ഥലത്ത് അനുകൃതമായിരിക്കുന്ന മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെടുവാനുള്ള ഒരു ഭാഗ്യം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. प्रभु के दास जो हैं केरल में कन्नूर नाम के एक जिला में जो है आशीषित माता पिताओं के द्वारा आमीन पालन पोषण कराते हुए मुझे आमीन इस प्रकार से आने के लिए प्रभु ने मुझे अवसर दिया है। ഞങ്ങള് 7 മക്കളാണ്, 4 ആൺമക്കളും 3 പെൺമക്കളും. और प्रभु के दास के घर में जो हैं वे 7 बच्चे हैं, कुल मिलाकर 4 लड़के और 3 लड़कियां उनके आमीन परिवार में रहा है। ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മക്കള് ഉള്ളപ്പോൾ തന്നെ എൻ്റെ മമ്മി ഓരോ മക്കളെ അവരുടെ ഡെലിവറി നടക്കുമ്പോൾ ആ മകനെ അല്ലെങ്കിൽ മകളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു മാതാവായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. और मेरे माता के अंदर एक खूबी इस प्रकार का रहा कि हम लोग एक एक बच्चे जब जन्म हो रहे थे, तो माता ने जो है एक एक बच्चों के ऊपर हाथ रखकर प्रभु की सेवकाई के लिए उन्हें समर्पण करने का एक अनुभव और एक स्वभाव उनके जीवन में था। അതുകൊണ്ട് ഞങ്ങള് മക്കള് 4 പേരും കർത്താവിന്റെ വേലയിൽ ഇന്ന് ആയിരിക്കുന്നു. इसलिए आज के हमें जो वर्तमान समय में हम जो लड़के जो चारों हैं, वे हम सब लोग प्रभु की सेवा में पाए जाते हैं। എൻ്റെ മൂത്ത സഹോദരൻ പാസ്റ്റർ VC എബ്രഹാം നീണ്ട നാളുകൾ കേരളത്തില് മലബാറിന്റെ കർത്താവിന്റെ വേലയില് പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ താൻ കുടുംബമായി കാനഡയില് അവരുടെ മക്കളോട് ഒരുമിച്ചായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഈ സൂമില് പ്രിയ എൻ്റെ ജ്യേഷ്ഠത്തിയമ്മ ലൈസമ്മ എബ്രഹാം, എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യയാണ് എൻ്റെ ജ്യേഷ്ഠത്തിയമ്മ. അതുപോലെ എൻ്റെ ഇളയ സഹോദരൻ കൽക്കട്ടയിൽ കർത്താവിന്റെ വേലയിൽ AG ചർച്ചിലുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഏറ്റവും ഇളയ ഒരു സഹോദരന് വീട്ടില് മറ്റാരുമില്ലാത്തത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാൻ തക്കവണ്ണം താൻ വീട്ടിലായിരിക്കുന്നു. അങ്ങനെ അനുകൃതമാകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. और मुझे हमारे घर में जो हैं 4 भाई हैं। मेरे सबसे बड़ा भाई जो है VC अब्राहम जो है लंबे समय तक वो केरल में प्रभु की सेवकाइयों में कार्यरत थे, परंतु अब वे परिवार के साथ जो
है कनाडा में, वे लोग आमीन रहकर आमीन प्रभु की महिमा वो करते हैं। उनकी पत्नी जो है आज हमारे बीच में शामिल है, लाइसाम अब्राहम नाम से। आमीन वो आज हमारे बीच में उपस्थित है। मैं प्रभु का धन्यवाद करता हूँ। साथ साथ आमीन मेरे छोटा भाई जो है वो कलकत्ता में प्रभु के सेवकाई में कार्यरत है, और सबसे छोटा भाई जो है वो केरल में आमीन घर और सारे संबंधित बातों को देखभाल करने के लिए वे केरल के क्षेत्र में आमीन सेवा में प्रभु में पाए जाते हैं। എന്റെ മൂത്ത സഹോദരനും ഇളയ സഹോദരനും ഒക്കെ അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം കർത്താവിന്റെ വേലയോട് മുൻപോട്ട് പോയപ്പോൾ ഒരല്പം കർത്താവിന്റെ പ്ലാനിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ മാതാവിന്റെ ആ ദർശനത്തിൽ നിന്ന് അല്പം വഴിതെറ്റി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ മാതാവിന്റെ കണ്ണുനീരും പ്രിയ സഹോദരങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലവുമായി കർത്താവ് എന്നെ കർത്താവിന്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവന്നു. അതെനിക്ക് അഭിമാനത്തോടെ പറയുവാൻ തക്കവണ്ണം കഴിയും. मेरे बड़े भाई और छोटे भाई जो हैं वे प्रभु की सेवकाई में जब अपने आप को समर्पित करते हुए जब बढ़ रहे थे, लेकिन प्रभु ने हमें दिया हुआ, मुझे दिया हुआ दर्शन और बुलाहट से थोड़ा विचलित होकर, थोड़े आमीन भटकने वाला अनुभव में मैं अपने आप को आमीन कुछ समयों में पाया गया। लेकिन प्रभु का दया है कि प्रभु ने अपनी सेवकाई में, प्रभु के कार्यों में प्रभु ने मुझे लौटा कर ले आया। ഞാനും എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ കടന്നുപോയി. ആ സമയത്ത് തന്നെ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അത് നോർത്ത് ഇന്ത്യയിൽ തന്നെ പോയി കർത്താവിന്റെ വേല ചെയ്യണം. അതിലും ഒരു പ്രത്യേകത, ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ഒരു പുതിയ സ്ഥലത്ത് പോയി കർത്താവിന്റെ വേല ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് ഞാൻ ജയ്പൂരിൽ ജോട്ടുവാഡ എന്ന സ്ഥലത്ത് 1992 എൻ്റെ ഒരു മോന് അന്നുണ്ടായിരുന്നു. മോൻ അന്ന് 1.5 വയസ്സായിരുന്നു. അവനുമായിട്ട് ഞങ്ങൾ കുടുംബമായി ജയ്പൂരിൽ കടന്നു വന്നത്. और मेरे अपने पढ़ाई के बाद मैं बाइबल कॉलेज में पढ़ने के लिए गया, और तब से मेरे अंदर एक इच्छा इस प्रकार का रहा कि प्रभु की सेवकाइयों को मुझे करना है। और उससे भी बढ़कर ये ऐसा एक इच्छा हमारे अंदर था कि जहाँ पर आमीन आज तक आमीन किसी भी प्रकार के विश्वासी नहीं रहते हैं या सुसमाचार नहीं पहुंचे हैं, उन उत्तर भारत के क्षेत्रों में मुझे जाकर सेवकाई करना है। इसी प्रकार से मैं जो हूँ इस जयपुर में एक जगह पर हम प्रभु की सेवकाई करने के लिए पहुंच गए। और वहाँ उस समय में मेरे जो सबसे बड़ा बेटा जो है वो 1.5 साल का उम्र के उस समय में हम वहाँ पर सेवकाई के लिए आए थे। വളരെ പ്രയാസങ്ങള്, വളരെ പ്രതികൂലങ്ങള് പ്രാരംഭ മാസത്തിൽ, ജയ്പൂരിൽ രാജസ്ഥാനിൽ വന്ന ആ മാസത്തിൽ തന്നെ വളരെ പ്രയാസങ്ങള്, പ്രതികൂലങ്ങള്, എതിർപ്പുകളൊക്കെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം ദൈവം അവസരം തന്നു. അത് എൻ്റെ ജീവിതത്തിന്, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിന് എൻ്റെ എന്നിലുള്ള ആത്മീയ ആ വേര് ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. बहुत सारे समस्याएं और मुश्किलों को हमने उन आने के उन शुरुआती दिनों में हमने अनुभव किया, बहुत सारे विरोध को हमने अनुभव किया। और मैं ये समझता हूँ कि परमेश्वर की ओर से आया हुआ ये जो अनुभव है, ये हमें आमीन और प्रभु में हमारा जड़ को आमीन टिकाने के लिए और पक्की करने के लिए प्रभु ने हमें सहायता और मदद किया। 92 വന്ന ആ സമയത്ത് തന്നെ, ആ ആദ്യത്തെ മാസത്തിൽ തന്നെ ഞാൻ വന്നത് ഒരു ടീമിനോടുള്ള ബന്ധത്തിലാണ്. ഒരു ടീമിന്റെ കൂടെയാണ് കടന്നു വന്നത്. ഏതാണ്ട് 11 യൗവനക്കാരും ഞാനും എൻ്റെ വൈഫും 1.5 വയസ്സ് പ്രായമുള്ള മോനും, ഞങ്ങളൊരു 10x14 ഒരു റൂം എടുത്ത് ഞങ്ങൾ ആ 11 സഹോദരങ്ങളും ഞങ്ങൾ കുടുംബമായി ആ റൂമിൽ താമസിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അതിന് കർത്താവ് അവസരം തന്നു. और जब हम जयपुर गए थे, हम एक टीम के साथ वहां पर मीन सिफकाई के लिए पहुंचे थे। 11 लोगों का एक टीम वहां पर हमारे साथ उपस्थित थे। उस समय उनके बीच में हम और हमारे परिवार और हमारे 1.5 साल का जो बच्चा है, उन सबको लेकर 10x14 का एक छोटी सी कमरा में हम सभी लोग उन दिनों में रहा करता था। അന്ന് ആ പ്രാരംഭ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഫാനോ കൂളറോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. വളരെ ചൂട്. ഏപ്രിൽ മാസത്തിലാണ് കടന്നു വന്നത്. 1.5 വയസ്സുള്ള എൻ്റെ മോന് ശരീരം മൊത്തം ചൂട് കാരണം വലിയ വലിയ നാട്ടിലെ നമ്മുടെ നെല്ലിക്ക പോണക്കുള്ള പരുക്കള് ശരീരത്ത് വന്ന്
കിടക്കുവാനോ ഇരിക്കുവാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം സൂക്ഷിച്ചു പരിപാലിച്ചു. ആ പ്രാരംഭ മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെയുള്ള പോലീസുമായി കേസ് മീൻസ് ഞങ്ങൾ ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തിയതിന്റെ പേരിൽ ഞങ്ങളെ ടീമായിട്ട് പിടിച്ച് പോലീസ് കൊണ്ട് ലോക്കപ്പിൽ ആക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. और उन दिनों में शुरुआत के समयों में जो था, ना तो हमारे पास फैन हुआ करता था, ना कूलर हुआ करता था। अप्रैल के गर्मी के समय में हम वहां पर पहुंचे थे, उसी के कारणवश गर्मी के कारण से हमारी जो छोटी जो बच्चा है, उनको अपने शरीर में जो है बड़े बड़े फोड़े आने लगे और बहुत तकलीफों को उन्होंने अनुभव किया। और शुरुआत की ही दिनों में हमने एक खुली सड़क पर आम सभा को हमने आयोजित किया और उसी के कारणवश पुलिस केस हुआ और हम सब 11 लोगों को जो है लॉकअप में बंद कराया गया था। നാം മലയാളത്തിൽ പറയുമല്ലോ, തീയിൽ കിളിർത്തത് വേലിയേറ്റാൽ വാടുകയില്ല. എൻ്റെ രാജസ്ഥാനിലെ ശുശ്രൂഷ ഞങ്ങൾ തീയിൽ കിളിർത്തതായതുകൊണ്ടാണ് ഇന്നും കർത്താവിന്റെ വേലയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പ്രത്യാശയോടുകൂടെ രാജസ്ഥാനിൽ തന്നെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. और मलयालम में इस प्रकार से कहावत को कहा जाता है कि जो आग में से होकर उभर कर आते हैं वो धूप लगने से कभी भी मुरझाता नहीं है। उसी प्रकार से राजस्थान की सेवकाई जो है, आग के अनुभव में से हम लोग आमीन आमीन उसको सह कर, उसको सामना कर कर हम प्रभु की सेवकाई में बढ़ते आए हैं। इसीलिए जो भी अनुभवों को हमने अपने जीवन में अनुभव किया, वो कोई भी हमें आमीन जो है निराशा की ओर लेकर नहीं गया। ആദ്യത്തെ ഒരു 2.5 വർഷം ഞങ്ങൾക്ക് വിശ്വാസികളൊന്നുമില്ലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഡൽഹിക്ക് കടന്നുപോയി. അന്ന് ആദ്യം രാജസ്ഥാനിൽ വന്ന അന്നത്തെ ആദ്യത്തെ ഞായറാഴ്ച മുതല് ഒറ്റ ഞായറാഴ്ച പോലും ആരാധന അല്ലെങ്കിൽ സഭായോഗം മുടക്കിയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. और शुरुआत के समय में मेरे पास जो है कलीसिया में ज्यादा लोग शामिल नहीं हुआ करता था। और साथ साथ हमारे साथ जो आया हुआ जो टीम था, वे 2 महीने के पश्चात वे लौट कर चले गए। लेकिन तब से लेकर मेरे जीवन में मैं कभी ऐसे मीन एक भी रविवार के दिन बिना आराधना किए हुए, प्रार्थना किए हुए एक भी रविवार मेरा बीता नहीं था। പ്രാരംഭ സമയത്ത് എൻ്റെ ചർച്ചിലുണ്ടായിരുന്ന വിശ്വാസികൾ കേവലം 2 പേരാണ്, ഞാനും അടക്കം 3 പേര്. शुरुआत के समयों में हमारी कलीसिया में जो विश्वासी थे, वे केवल 2 लोग थे और प्रभु के दास को भी शामिल किए तो 3 लोग हम बोल सकते हैं। ഒന്ന് എൻ്റെ വൈഫ്, 2 എൻ്റെ 1.5 വയസ്സുള്ള മോന്, ഞങ്ങൾ 3 പേര്. एक है मेरी पत्नी, दूसरा मेरे 1.5 साल का जो बच्चा था और तीसरा प्रभु के दास स्वयं। ऐसे 3 लोग उनकी आराधना में होता था। നമ്മുടെ ആരാധനകളിൽ ഉള്ളതുപോലെ തന്നെ 2-3 പാട്ട്, പ്രാർത്ഥന, സാക്ഷ്യം, ഓഫറിങ്, പ്രസംഗം, ഇതെല്ലാം ആരാധനയിൽ അന്ന് ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. പ്രാരംഭത്തിലെ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു വിശ്വാസത്തോടു കൂടെ. साथ साथ हम जैसे आराधना जो स्वाभाविक रूप से नॉर्मल रीति से हम जो करते हैं, वैसे ही 2-3 गीतों को गाकर, भजन को पढ़कर और गवाहियों को सुनकर, साथ साथ आखिरी में वचन प्रचार को करते हुए, ऐसी जो है नियमित रीति से हम आराधना को करते आते थे। പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ അനുഭവങ്ങൾ പറയുവാനാണെങ്കിൽ ഒത്തിരി സമയം, ഞാൻ ചുരുക്കമായി പറയട്ടെ. പിന്നീട് 2 വർഷത്തിന് ശേഷം കർത്താവ് പതുക്കെ പതുക്കെ വിശ്വാസികളെ തരുവാൻ തുടങ്ങി. അന്യജാതിക്കാരായിട്ടുള്ളവര് അനേകർ കടന്നു വന്ന് ആരാധനയ്ക്ക്, മീറ്റിങ്ങുകൾക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അനേകരെ സ്നാനപ്പെട്ടു. നല്ലൊരു ആത്മീയ കൂട്ടായ്മ കർത്താവ് പിന്നീട് ഞങ്ങൾക്ക് തന്നു. मेरे अनुभवों को यदि बोलना है तो बहुत समय बीत जाएगा, इसलिए मैं संक्षिप्त में बोलना चाहता हूँ। उसके पश्चात जो है 2 साल बाद कुछ विश्वासियों को प्रभु ने हमें प्रदान किया और हमें इसी प्रकार से धीरे धीरे हमारी जो सेवकाई है वो प्रभु में बढ़ती गई। ആദ്യത്തെ 9 വർഷം വെറും വാടക റൂമിലാണ് ഞങ്ങൾ താമസിക്കുകയും ആരാധനയും നടത്തിക്കൊണ്ടിരുന്നത്. शुरुआत के 9 साल जो है किराए के मकान में जो है हम रहा करते थे और हमारे जो जो आराधना सभा हम चलाते थे।
പിന്നീട് ആമേൻ കർത്താവ് ഞങ്ങൾക്ക് സ്വന്തമായി താമസിക്കുവാൻ നല്ലൊരു ഭവനം, ആരാധനയ്ക്ക് വേണ്ടി ഒരു 250 പേർക്ക് ഇരിക്കുവാനുള്ള ഒരു ആരാധന ഹാള് എല്ലാം കർത്താവ് സ്വന്തമായി തന്നു. കർത്താവിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. 9 साल के पश्चात जो है प्रभु ने हमें आमीन अपने अपने खुद का रहने के लिए एक मकान दिया और लगभग 250 लोग बैठने लायक एक बड़ा आराधना का एक हॉल प्रभु ने हमारे लिए दिया। और प्रभु के हर एक विश्वास योग्यता के लिए मैं प्रभु का धन्यवाद करता हूँ। 2014 ഞങ്ങളുടെ പേരിൽ ഒരു കേസ് ഇവിടെ FIR ചെയ്തത്. 2014 में जो है हमारे प्रति एक जो केस जो है वो पुलिस के थाने में आमीन दर्ज कराया गया। ആ സമയത്ത് ഞങ്ങളുടെ കൂടെ കുറച്ച് അനാഥ കുഞ്ഞുങ്ങള് എന്ന് പറയുവാൻ കഴിയത്തില്ല, എന്നാൽ അങ്ങനെ പാവപ്പെട്ട ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളെ എടുത്ത് ഞങ്ങൾ വളർത്തുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് ബൈബിള് വായിപ്പിക്കുന്നു, നമ്മുടെ ചർച്ചില് നമ്മുടെ ആരാധനയിലൊക്കെ അവരെ ഇരുത്തുന്നു എന്നുള്ള ഓരോ ആരോപണവും, ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അടിച്ചു എന്നുള്ള ആരോപണമെല്ലാം ചെലുത്തി ഞങ്ങളുടെ മേൽ കേസ് ചാർജ് ചെയ്തു. उन दिनों में उन समयों में जो है कुछ ऐसे गरीब बच्चों को जो है हम लेकर उनकी आमीन देखभाल हम करते थे और उनको आमीन शामिल कराते हुए उन्हें हम जबरन जो है चर्च में बिठाते हैं, वचन सिखाते हैं और उनको हम मारपीट करते हैं उनके साथ और उनको उपद्रव पहुंचाते हैं इत्यादि झूठी आरोपों को लगाकर हमारे बारे में पुलिस थाने में केस कराया गया। ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി സ്വന്തം കാലിൽ അവരെ നിർത്തി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീർക്കണം എന്നുള്ള ഒരു സ്വപ്നം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയതുപോണക്ക് തന്നെ ആ കുഞ്ഞുങ്ങളെ വളർത്തി. അവർ തെറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിന് കഴിക്കുന്ന ആഹാരം തന്നെയാണ് ഞങ്ങൾ അവർക്ക് കൊടുത്തത്. എന്നാൽ അതിന്റെ എല്ലാം പരിണത ഫലമായി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. और इन बच्चों को हम बेहद प्रेम रखते थे। हम ये चाहते थे कि वे बड़े होकर जो हैं वो अच्छे अच्छे पढ़ाई लिखाई करे और अच्छे आमीन व्यक्ति बने, साथ साथ वो प्रभु की सेवकाइयों में वे लोग आमीन उपयोगी ठहरे। इसलिए आमीन जैसे मैं अपने बच्चे को जैसे मैं प्रेम करता था उसी प्रकार उनको भी प्रेम करते थे, उनको डांट लगाते थे, साथ साथ उनको आमीन जो हमारे बच्चों को जो भोजन देते थे वही भोजन उनको भी हम दिया करता था। परंतु उसका परिणाम जो है हमारे ऊपर बहुत आमीन विपरीत रीति से उसका परिणाम हमारे ऊपर आए। ഞാൻ ജയിലിൽ ഞങ്ങൾ കടന്നു പോയപ്പോൾ ഞാൻ ഒത്തിരി ഭാരപ്പെട്ട ഒരു വിഷയം, എൻ്റെ മോനും അന്ന് ഞങ്ങൾക്കൊരു മോളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പഠിക്കുന്ന സമയമാണ്. അവരുടെ ഭാവി എന്തായിരിക്കും? ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കള് രണ്ടുപേരും ജയിലിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങള്, അവര് 12th കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ്, അന്ന് മോള് നേഴ്സിംഗ് പഠിക്കുകയായിരുന്നു, 2nd ഇയർ. പിന്നീട് അവരെ ആര് നോക്കും, ആരവരെ പഠിപ്പിക്കും, ആരവരെ കെയർ ചെയ്യുന്നു എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട സമയമായിരുന്നു പ്രാരംഭ സമയങ്ങൾ ജയിലില്. जब हम जेल में गए थे तब हमारे जीवन में बहुत हमें आमीन चिंतित कराने वाला ये विषय ये था कि हमारे बच्चे उन दिनों में पढ़ाई कर रहे थे। उस समय में हमें एक बेटा और बेटी भी था और वे बच्चे पढ़ रहे हैं, उनको कौन आगे देखभाल करेगा, उनके लिए कौन प्रबंध करेगा। साथ साथ उस समय में बेटी जो है नर्सिंग कर रही थी, उसके लिए कौन सब कुछ इंतजाम करेगा इत्यादि बात के विषय में हम शुरुआती समयों में बहुत चिंता में और दुख में रहते थे। ഈ അനുഭവത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് മാതാപിതാക്കളായിരിക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കുഞ്ഞുങ്ങളെ കർത്താവാണ് നമുക്ക് തന്നത്. അത് കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അവരുടെ ഭാവി ദൈവകരങ്ങളിലാണ്. ആമേൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കിയ വ്യക്തിയാണ്. और मैं यहाँ पर उपस्थित माता पिताओं को एक बात मैं याद दिलाता हूँ, हमेशा याद रखना है कि हमें दिया हुआ जो संतान है परमेश्वर ने दिया है, तो प्रभु उनका जिम्मेदारी लेता है और यही अनुभवों को हमने अपने जीवन में भी अनुभव किए हैं। ഞങ്ങള് ജയിലിലായതിനു ശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളും മാനസികമായി ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്.
പ്രയാസപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മോള് ചിലപ്പോൾ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഒരു ദിവസത്തിൽ ഒരു നേരം കഴിക്കാൻ ആഹാരം ഉണ്ടാക്കി എടുത്ത് ടേബിളിൽ വെച്ചിട്ട് കഴിക്കാതെ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്. और हमारे बच्चे भी जो हैं वे बहुत उन दिनों में बड़े तकलीफों में से होकर गुजरे। कारण यह है क्योंकि हम जेलों में बंद थे और बच्चे जो हैं एक समय का खाना बनाकर खाने के लिए उन्हें मेज पर लाकर रखते थे, लेकिन खा नहीं पाते थे। और उन दिनों में वहां पर वे घुटने टेक कर प्रभु से रो रो कर प्रार्थना करते थे। ऐसे अनुभवों को उन्होंने भी अपने जीवन में अनुभव किया है। ഞങ്ങളുടെ ജയിലായിരുന്നപ്പോൾ, പിന്നീട് ഞാൻ പറയട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ അവർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ജയിലിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ മോന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. നല്ല ഒരു മോളെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞാൻ ജയിലിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ മോടെ നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് അവള് ജോലിയോടുള്ള ബന്ധത്തില് UK പോകുവാനെല്ലാം ഇടയായി തീർന്നു. ഈ സന്ദർഭത്തിലെല്ലാം ഞാന് ജയിലിലായിരുന്ന ഒരു പിതാവ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കടമ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി ഇന്നവരെ കർത്താവ് മാനിച്ച് അവർ 2 പേരും 3 പേരും, എൻ്റെ മോനും കുടുംബമായി എൻ്റെ കുഞ്ഞു മോളും അവളും ഇന്ന് വിദേശത്തെ കർത്താവിന്റെ വേലയിലും ജോലിയിലുമായിരിക്കുന്നു. കർത്താവ് വിശ്വസ്തനാണ് ദൈവമക്കളെ. और आमीन, हम जेलों में रहने के समय में उस दौरान में ही प्रभु ने उनकी पढ़ाइयों को पूरा करने के लिए मदद किया। मेरे बेटे का शादी आमीन उन दिनों में उस समयों में होने के लिए प्रभु ने मदद किया। और वे आज तीनों जो हैं आमीन बाहर देशों में कार्य करते हैं, साथ साथ आमीन प्रभु की सेवा में भी वे शामिल हुए हैं। तो जिस प्रकार से एक पिता होने के नाते मैं जो कार्यों को करना था, वो सारे कार्यों का इंतजाम प्रभु ने, परमेश्वर ने हमारे लिए, हमारे बच्चों के लिए कराए। और इस प्रकार से प्रभु हमारे जीवन में बड़े बड़े कार्यों को किए हैं। എനിക്ക് കർത്താവ് തന്ന എൻ്റെ പങ്കാളിയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मुझे प्रभु ने दिया हुआ जीवन साथी के विषय में कुछ बातों को मैं आपको बताना चाहता हूँ। കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ എനിക്ക് ഉള്ള ദർശനം ഫോണക്ക് തന്നെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ, പ്രയോജനപ്പെടുവാൻ, സുവിശേഷം അറിയിക്കുന്നതില് വളരെ എന്നെ കഴിഞ്ഞും ഒരു സ്റ്റെപ്പ് കൂടി മുൻപിൽ ആമേൻ നിൽക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ് കർത്താവ് എനിക്ക് തന്നത്. और प्रभु की सेवकाई के में जितना मैं समर्पित हूँ और जितना मैं दर्शन पाए हुए अनुभव में मैं चलता हूँ, उससे एक कदम और आगे प्रभु ने दिया हुआ जीवन साथी को आमीन प्रभु ने प्रभु की सेवकाई में और प्रभु के कार्यों में शामिल होने के लिए प्रभु ने मुझे इस प्रकार से दिया है। ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് എവിടെ കടന്നു പോയാലും എൻ്റെ കൈ ഒന്നും കാണത്തില്ല. പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാകും. ആ ബാഗിനകത്ത് ചില ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ടാകും. ഇന്നും ഞങ്ങളിവിടെ ചർച്ചിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്, ആരാധനയ്ക്ക് വേണ്ടി വന്നതാണ്. ഇപ്പോഴും പുള്ളിക്കാരത്തിന്റെ കയ്യിലുള്ള ആ ബാഗിനകത്ത് 4-5 ന്യൂ ടെസ്റ്റ്മെന്റ് വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ആരെയെങ്കിലും വെച്ച് കണ്ട് കാണുവാൻ ഇടയായി തീർന്നാൽ അവർക്കൊരു ന്യൂ ടെസ്റ്റ്മെന്റ് എടുത്ത് കൊടുത്ത് അവരോട് യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ള ഒരു സ്വഭാവം ആ പുള്ളിക്കാരത്തിയിലുണ്ട്. और आज भी जो है मेरी पत्नी जो है, आज भी जो कार्यों को वो पहले करते आई हैं वो आज भी वो करते रहती हैं। आमीन। मैं भले खाली हाथ कहीं पर भी चले जाऊं, परंतु मेरे पत्नी के हाथ में हमेशा एक बैग हुआ करता है और उसी में वे प्रभु का वचनों को और बाइबल को लेकर वे चलते हैं, ताकि किसी को भी वे मुलाकात करे तो उन्हें प्रभु के बारे में बताकर उन्हें आमीन प्रभु का वचन को उनके हाथ में पहुंचाने के लिए वे आमीन बहुत अपने आप को समर्पित करते हुए रहते हैं। കർത്താവ് എനിക്ക് തന്ന ആ നല്ല വിശ്വസ്തയായ ജീവിത പങ്കാളിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. प्रभु ने मुझे दिया हुआ एक विश्वास योग्य एक आमीन जीवन साथी के लिए मैं प्रभु का धन्यवाद करता हूँ। ഞാൻ പ്രാരംഭത്തിലെ ഓർപ്പിച്ചല്ലോ, ഞങ്ങൾ ജയിലിലായിരുന്നപ്പോൾ പ്രാരംഭ സമയത്ത് അല്പം നിരാശയും ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. കർത്താവ് ഞങ്ങളെ അവിടെ അയച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. मैंने आपको जैसे बताया कि शुरुआत के समयों में, दिनों में जब हम जेलों में बंद थे तो बहुत दुख और निराशा हमने अपने जीवन में अनुभव किया। बाद बाद में हमें पता चला कि परमेश्वर का एक योजना है
और प्रभु का कार्यों को उसके द्वारा हमको पूरा करने के लिए प्रभु ने सहायता किया। എന്നെ കഴിഞ്ഞും വളരെ കൂടുതൽ കർത്താവിന്റെ വേണ്ടി പ്രയോജനപ്പെട്ടത് എന്റെ ഭാര്യയാണ്. ജയിലിനകത്ത് നല്ല നിലയിൽ ആമേൻ അവരോട് സുവിശേഷം പറയുവാൻ, അവരോട് കൗൺസിലിംഗ് നടത്തുവാൻ, അവരെ കർത്താവിലേക്ക് അനേകരെ നേടുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. प्रभु के दास से भी बढ़कर प्रभु के दास की पत्नी को प्रभु ने प्रभु के कार्यों को पूरा करने के लिए उस जेल में रहते हुए समय में भी प्रभु ने उनको उपयोग किया। अनेक लोगों को जो है काउंसलिंग देने के लिए, अनेक लोगों को प्रभु के बारे में, प्रभु का प्रेम के बारे में बताने के लिए प्रभु ने उन जेल में रहने के समय में सहायता और मदद किए हैं। സാധാരണ പ്രാരംഭ സമയങ്ങളിൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 ദിവസം 20 ദിവസം കൂടുമ്പം ആ ജയിലിൽ കൊണ്ടുചെന്നവരെ എല്ലാവരെയും കോർട്ടിലേക്ക് കൊണ്ടുപോകും. ആമേൻ. എന്നാൽ അവര് കോർട്ടിൽ പോകുന്നതിന് മുമ്പേ ആമേൻ 10 15 20 പേര് എന്റെ വൈഫിന്റെ മുൻഭാഗം കടന്നു വന്ന് ലൈനായി നിന്ന് ആമേൻ എന്റെ വൈഫിനെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് അവര് കോർട്ടിലേക്ക് ട്രയലിന് വേണ്ടി കടന്നു പോകുന്നത്. ആ നിലയിൽ കർത്താവ് ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. साधारण रीति से है जो है 10 या 15 दिन में बार बार जो है हमें कोर्ट में लेके जाया करते थे। लेकिन उन कोर्ट में लेके जाने के समय में ऐसा होता था कि इन कोर्ट में प्रवेश करने से पहले 10-15 लोग जो है मेरे पत्नी के आगे आकर खड़े रहते थे कि वे लोग भी उनसे प्रार्थना करवाए, और वो प्रार्थना होने के बाद जो है वे कोर्ट पर जाकर अपनी पेशी को लेते थे। 15 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ തമ്മിൽ കാണുവാനുള്ള അവസരമുണ്ട്. ഞാൻ കാണുവാൻ കടന്നു ചെല്ലുമ്പോൾ എന്നോട് ആദ്യം പറയുന്നത്, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ആമേൻ അവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചിലരിൽ ദുരാത്മാവ് ഇളകി അവരെ പ്രയാസമുളവാക്കി. ഇനി അവരെ എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. और 15 दिन में हमें आपस में मिलने के लिए हमें अवसर दिया करते थे। और जब मैं वहां पर उनको मिलने के लिए जाता था तो मेरी पत्नी जो है इस प्रकार से मुझे बताती थी कि पिछले दिनों में उन्होंने जिन लोगों के लिए प्रार्थना किया, जिन लोगों के लिए प्रभु की उपस्थिति में बैठे, उनके अंदर से दुष्ट आत्मा निकली है और इस प्रकार से उन्होंने काम किए हैं, तो आगे क्या क्या करना है इत्यादि बातों को वो मुझसे पूछा करती थी। ഞാനായിരുന്ന ആ ജയിലിനകത്തും ആ വാർഡിനകത്തും ആമേൻ എല്ലാ ഞായറാഴ്ചയും 45 മിനിറ്റ്സ് ആമേൻ താല്പര്യമുള്ള ജയിൽ ബന്ദികളെ എന്റെ കൂടെ കിടക്കുന്നവരെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുകയോ പാടുകയോ അവരോട് വചനം പറയുകയോ ചെയ്യുവാനുള്ള സാവകാശം എനിക്കുണ്ടായിരുന്നു. അധികാരികൾ എനിക്ക് തന്നു. അങ്ങനെ ഞാൻ പോരുന്ന ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആ ഞായറാഴ്ച വരെ അങ്ങനെയുള്ള ഒരു ആത്മീയ കൂട്ടായ്മ കർത്താവ് എനിക്ക് തന്നു. അനേകരോട് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, വെളിയിൽ ഒരു സഭാ മിനിസ്ട്രി ആണെങ്കിൽ, ചർച്ച് മിനിസ്ട്രി ആണെങ്കിൽ കേവലം ചർച്ചിലുള്ള 10 40 50 വിശ്വാസികളാണ്. എന്നാൽ ഞാൻ ജയിലിലായിരുന്നപ്പോൾ ഇന്ത്യയുടെ 9 സ്റ്റേറ്റിൽ കിടക്കുന്ന ജീവിച്ചിട്ടുള്ള യൗവനക്കാരായിട്ടുള്ളവരോട്, നിരാശയിൽ കിടക്കുന്നവരോട്, കർത്താവിനെ കുറിച്ച് അറിയാത്തവരോട് സുവിശേഷം പറയുവാനും അവരോട് ഒരുമിച്ച് ആയിരിക്കുവാനും, അവരിൽ ചിലര് ഹലോലയ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ബോംബെയിലുള്ള ഒരു അങ്കുഷ് യാദവ് ഡോക്ടർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് താൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് 2 മുഴുവൻ ബൈബിളും ഫുൾ ബൈബിളും വാങ്ങി താൻ പുറത്തേക്ക് കടന്നുപോയി. അങ്ങനെ അനേകര് കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. प्रभु के दास जब जेल में बंद रहते थे उनके वहां पर भी वे लोग जो हैं हर इतवार को जो है, रविवार को जो है वे इकट्ठे होते थे। 40 मिनट जो है हमें उनके अधिकारियों से वे अनुमति पाकर वे गीत गाते थे, वचनों को बताते थे। इसी प्रकार से बहुत एक अच्छा सभा वे अपने उस जेल के अंदर ही वे चलाते थे। तो इस प्रकार से एक बात को समझना है, यदि मैं बाहर रहता तो मैं अपनी ही स्थानीय कलीसिया में रहकर 40 50 या 100 लोगों के सामने में सेवकाई करता था, परंतु जेल में रहने के समय में लगभग 9 राज्यों के लोग वहां पर जेल में उस समय में शामिल थे। वे कई उनमें से जवान थे जो निराशा की अनुभव में अपने आप को पाए जाते थे। उन्हीं को प्रभु का वचन और प्रभु की आशा के बारे में बताने के लिए प्रभु के दास याद करते हैं कि मुंबई से एक डॉक्टर रहा था, वहां पर अंकुश
संतोष यादव नाम का, वो भी आमीन आमीन प्रभु के दास के द्वारा वचन सुनकर उद्धार के अनुभव में आए, और जाते जाते उन्होंने 2 बाइबल उनके हाथ से लेकर वे वहां से बाहर निकले। നാം ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യം നാം വായിക്കുന്നല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും ആയിക്കോട്ടെ, മറ്റു പ്രയാസങ്ങളായിക്കോട്ടെ, മറ്റു ദുഃഖങ്ങളായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തില് നന്മയ്ക്കായി മാറ്റുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമാണ്. हमें हमेशा याद रखना है कि हमें कभी भी हमें निराशा के अनुभव में नहीं जाना है। हमारा परमेश्वर जो है, हमारे हमें दुख हो, हमारी निराशा हो, और हमारे हरेक ऐसे मुश्किलों के समयों में जो हो, वो प्रभु हमारा संग रहता है, हमें साथ देने वाला परमेश्वर है। ये बात को हमें याद रखना है। ഏറ്റവും എന്റെ ജീവിതത്തിൽ ജയിലിലായിരുന്നപ്പോൾ ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, ആ ജയിലിന്റെ മെയിൻ അധികാരി സൂപ്രണ്ടിനോട് തന്റെ ഓഫീസ് റൂമിൽ ഇരുന്ന്, സോഫയിൽ ഇരുന്ന് ആ സൂപ്രണ്ടിനോടും യേശുവിനെ കുറിച്ച് പറയുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. सबसे सुंदर मौका जो प्रभु ने मुझे दिया था, मैं जेल में रहने के समय में वो जेल का जो सुपरिटेंडेंट है उनके साथ आमीन जो समय बिताने के लिए उनके ऑफिस में बैठकर उन्हीं को प्रभु के बारे में बताकर देने के लिए प्रभु ने मेरे जीवन में अवसरों को दिया है। ജയിലിൽ കിടക്കുന്ന ഒരു ബന്ദിക്കും ഒരു ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുവാനോ, അഥവാ സൂപ്രണ്ട് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നാം തറയിലിരുന്നോണം, നിലത്തിരുന്നോണം. എന്നാൽ എന്റെ ദൈവം എന്നെ മാനിച്ചു, ആദരിച്ചു. ആ വ്യക്തിയുടെ, ആ അധികാരിയുടെ ഓഫീസിനകത്ത് സോഫയിലിരുന്ന് മിനിറ്റുകളോളം, ഏതാണ്ട് 25 മിനിറ്റോളം സുവിശേഷം പറയുവാനുള്ള അവസരം കർത്താവ് എനിക്ക് തന്നു. ഇതെല്ലാം ദൈവത്തിന്റെ കരുതലാണ്, ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ട കാര്യമാണ്. जेल में कोई भी व्यक्ति जाते हैं तो सुपरिटेंडेंट के सामने जो है वे खड़े नहीं रहते हैं। यदि सुपरिटेंडेंट आ रहे हैं, ये खबर होती है, तो सब लोग जो है जमीन में बैठ जाते हैं। लेकिन उसके बीच में जो है प्रभु ने मुझे ऐसा अवसर दिया कि मैं उनके ऑफिस में मैं उनके सामने बैठकर जो है प्रभु के बारे में मैं बता सके। लगभग 20-25 मिनट तक जो है उनके साथ रहकर उन्हें प्रभु का वचनों को सुनाने के लिए, सुसमाचार को बताने के लिए प्रभु ने मुझे सहायता दिया। ഞാൻ 9.5 വർഷം ജയിലിൽ കിടന്നതിൽ 7 വർഷത്തിലെയും ക്രിസ്മസ് നല്ല നിലയിൽ ജയിലിൽ കിടക്കുന്ന ബന്ദികളോട് ഒരുമിച്ച്, അവിടെയുള്ള 25-ലധികം പോലീസ് അധികാരികളോട് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിപ്പാനും കർത്താവ് എനിക്ക് അവസരം തന്നു. प्रभु के दास जो 9.5 साल जो जेल में बंद था, उन दिनों में, उन दौरान में जो है बड़े दिन का उस त्योहार को मनाने के लिए बड़े धूमधाम के साथ उसे उस जेल के अधिकारियों के साथ और जेल के बाकी लोगों के साथ उसकी जो आयोजन करने के लिए और उसको मनाने के लिए प्रभु ने हमें अवसर दिया। ഒരു പ്രാവശ്യം ക്രിസ്മസ് ജയിലിനകത്ത് ആഘോഷിക്കുന്നതിന് എനിക്ക് ചെലവ് ഏതാണ്ട് 40,000 റുപ്പീസ് ലഭ്യമാണ്. 40,000 രൂപയിലധികമാണ്. കാരണം വെളിയിൽ നിന്ന് ക്രിസ്മസ് കേക്ക് വരുത്തി ബന്ദികളെ വിളിച്ചുകൂട്ടി, 250-ലധികം ബന്ദികളെ വിളിച്ചുകൂട്ടി ഹോളിനകത്ത് ഇരുത്തി, പോലീസ് സെക്യൂരിറ്റിയോടുകൂടെ അധികാരികളുടെ സെക്യൂരിറ്റിയോടുകൂടെ അവരുടെ ഇടയിൽ, അവരുടെ മുൻഭാഗം നിന്നിട്ട് പാടുവാനും ഈ തിരുവചനം വായിച്ച് യേശുവിന്റെ ജനനത്തെ കുറിച്ച് സുവിശേഷം വായിച്ച് കേൾപ്പിക്കുവാനും ഒക്കെ ഉള്ള അവസരം കർത്താവ് തന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. और एक बार एक क्रिसमस की जो है उस त्योहार को मनाने के लिए लगभग मुझे 40,000 रुपये का जो है खर्च होते थे, क्योंकि बाहर से जो है केक मंगाना था। लगभग 250 से भी ज्यादा लोग जो हैं जेल में उन दिनों में बंदी बनकर रहते थे, उन सबको केक बांटना है अधिकारियों के सामने। प्रभु यीशु मसीह का जन्म के विषय में, सुसमाचार के विषय में बोलने के लिए प्रभु ने उन समयों में मुझे ऐसा अवसरों को दिया था। ഞാൻ അവസാനമായി ജയിൽ ബന്ദികളോട് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചത് ഏതാണ്ട് 300ഓളം ജയിൽ ബന്ദികൾക്ക് തണുപ്പ് സമയത്ത് ബ്ലാങ്കറ്റും ന്യൂ ടെസ്റ്റ്മെന്റും
കേക്കും കൊടുത്തുകൊണ്ടാണ് അവസാനമായി ഞാൻ ആ ജയിൽ ബന്ദികളോട് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചത്. അതിന്റെ വീഡിയോ കാര്യങ്ങൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. मैं आखिरी जो है अमेन जेल में जो मैं उन 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 साथियों के साथ जो समय बिताया था, उन समय में लगभग 300 लोग वहां पर उन जेल में बंदी बनकर रहते थे। और उन्हीं को ठंड के समय में जो है अमीन ब्लैंकेट का वितरण किया, केक बांटे, साथ साथ एक न्यू टेस्टमेंट का जो बाइबल है वो भी उनको देकर आमीन हमने वहां पर उस आखिरी क्रिसमस को हमने मनाया था। साथ साथ उसका वीडियो और उसका कार्य भी मेरे पास इस समय में उपलब्ध है। ദൈവമക്കളെ, ദൈവവചനം നാം വായിക്കുന്നല്ലോ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് ഹല്ലേലൂയ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കുക. നാം വെച്ചിരിക്കുന്ന വിത്തിന്റെ മേൽ കർത്താവ് മഞ്ഞും മഴയും അയച്ച് ഹല്ലേലൂയ കർത്താവിന്റെ വരവിന് മുൻ അനേകായിരങ്ങൾ നമ്മുടെ രാജ്യത്ത് ഹല്ലേലൂയ ജയിലിൽ കിടക്കുന്ന അനേക ബന്ദികള് ആമേൻ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഇടയായി തീരട്ടെ. വിശ്വാസത്തോടു കൂടെ ഏത് പ്രതികൂല സന്ധിയിലും കർത്താവിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം ദൈവമക്കളെ, ദൈവദാസന്മാരെ നമുക്ക് ഒരുങ്ങാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. प्रियो, मैं ये बात को आपको बताना चाहता हूँ, प्रभु का वचन जैसे कहता है कि तेरे रोटी को जो है पानी के ऊपर फेंक दे, लंबे समय के बाद भी वो आमीन अपने कार्यों को करता रहेगा। इसी प्रकार से प्रभु के वचन हमें बताता है कि हम जो प्रयास को करते हैं, हम जो आमीन कार्यों को प्रभु यीशु के लिए करते हैं, वो आमीन आमीन समय पर जो है अपना प्रतिफल को वो लेकर आएगा, अपना कार्यों को वो पूरा करेगा। तो इसी प्रकार से प्रभु हम सबके जीवन में आने वाले दिनों में हम जो कार्य कर रहे हैं, हम जो मेहनत कर रहे हैं, उसका सही सफलता को देखने के लिए प्रभु हम सबको सहायता करने पाए। ആമേൻ. ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ജയിലിലെ അനുഭവങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ട്. ഹല്ലേലൂയ ആമേൻ. അതെല്ലാം വിവരിക്കുവാൻ അനേക മണിക്കൂറുകൾ വേണം. പാസ്റ്റർ ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ടോ? ഉണ്ടല്ലോ, 30 മിനിറ്റ്സ് ഉണ്ട്. 30 മിനിറ്റ്സ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. ആമേൻ. കർത്താവിന്റെ വചനം കേട്ടിട്ടുള്ള ഒരു വ്യക്തി പോലും നഷ്ടമായി പോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. और याद रखना है कि प्रार्थना करते रहना है हमें कि प्रभु का वचन सुना हुआ एक भी व्यक्ति जो है वो अपने आप में नष्ट नहीं होना चाहिए। ഞാൻ ഇന്നലെയും ഞങ്ങളുടെ ഒരു പ്രയറിൽ ഞാൻ പറഞ്ഞു, ദൈവമക്കളെ, ഈ ദിവസങ്ങള് നമ്മുടെ സാഹചര്യങ്ങളെ കണ്ട് നാം പുസ്തകം മടക്കി വെച്ച് പ്രാർത്ഥനയും നിർത്തിവെച്ച് ആമേൻ ഉറങ്ങുവാനുള്ള സമയമല്ല. ഈ സാഹചര്യങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഹല്ലേലൂയ. നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്. നമ്മുടെ ഭവനങ്ങളിലിരുന്ന്, നാം താമസിക്കുന്ന ഇടത്തിരുന്ന് ഹല്ലേലൂയ നമ്മുടെ കൂട്ടായ്മയിൽ കൂടുന്ന ദൈവമക്കളുമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന്റെ അന്ധകാര ശക്തികൾ നമുക്ക് അധീനമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. प्रियो, मैं इन दिनों में आपको ये बात को बताना चाहता हूँ कि हमारी परिस्थितियों को देखकर हम अपनी बाइबल बंद करते हुए, हमारी प्रार्थना बंद करते हुए बैठने के लिए नहीं है, परंतु जितना अवसर प्रभु हमें देता है वो अवसरों को सही उपयोग करने के लिए प्रभु हमारी सहायता करे। ये जो जूम की प्लेटफॉर्म है, यहाँ पर हम अपने घर के अंदर ही बैठकर जो है प्रभु की स्तुति और आराधना कर सकते हैं। तो इन दिनों में, इन समयों में हम जो भी कार्य करते हैं, प्रभु हमें अद्भुत रीति से सहायता करे और आगे भी चलाने के लिए प्रभु हमारी मदद करे। എനിക്ക് 6 വർഷത്തിന് ശേഷം, 6 വർഷം കഴിയുമ്പോൾ എനിക്ക് ഒരു 20 ദിവസത്തേക്ക് പുറത്തു വരുവാനുള്ള പരോൾ എനിക്ക് ലഭിച്ചു. എന്നാൽ ഇവിടുത്തെ ഹൈക്കോടതി പരോൾ തന്നെങ്കിൽ തന്നെയും ഇവിടുത്തെ ഗവൺമെന്റ് എന്നെ വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. അവര് എന്റെ 3 പരോൾ ലഭിച്ചപ്പോഴും അതിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് സുപ്രീം കോടതി വരെ പോയി. എന്നാൽ എന്റെ ദൈവം എനിക്ക് അനുകൂലമായിരുന്നു കൊണ്ട് 3 പരോളിലും പുറത്തു വരുവാൻ തക്കവണ്ണം, കുടുംബത്തോട് ഒരുമിച്ച് താമസിപ്പാൻ തക്കവണ്ണം ആമേൻ ആദ്യത്തെ 20 ദിവസം, അതിനുശേഷം 30 ദിവസം, പിന്നീട് 40 ദിവസം ആമേൻ പരോളായിട്ട് 3 പ്രാവശ്യം പുറത്തു വരുവാൻ ദൈവം സഹായിച്ചു. ആമേൻ. സുപ്രീം കോർട്ട് വരെ ആമേൻ ഇവിടുത്തെ നിയമ കർത്താക്കൾ പോയെങ്കിൽ തന്നെയും അവിടെ എല്ലാം ദൈവം അനുകൂലമായി നിന്ന് വഴികളെ ഒരുക്കി തന്നു. और प्रभु के दास को जो है 6 साल के पश्चात जो है कुछ समय के लिए बाहर आने के लिए अनुमति दिया करते हैं, लेकिन जो है अधिकारियों ने उनके बाहर निकलने का जो समय अवधि को आमीन रोकते हुए, नकारते हुए, उन्होंने
वहाँ के स्थानीय कोर्ट ने जब उनको अनुमति दिया था तो उसी के ऊपर आमीन वे लोग सुप्रीम कोर्ट तक उसके बारे में आमीन उसके उसके खिलाफ में गए। परंतु प्रभु ने वहाँ सब प्रभु के दास को मदद किया। आमीन पहला जो 3 परोल के विषय में जो अधिकारियों ने नकारते हुए सुप्रीम कोर्ट तक विषयों को लेकर गए थे, उन तीनों परोल को प्रभु ने प्राप्त करने के लिए मदद किया। पहले 30 दिन का समय, उसके बाद यानी पहले 20 दिन का समय, उसके बाद 30 और उसके बाद 40 दिन जो है अपने घर के परिवार के लोगों के साथ समय बिताने के लिए प्रभु ने उनको अवसर दिया। ഈ തീൻ പരോളും ഞാൻ പുറത്തു വന്ന് സമയത്ത് തിരിച്ച് അകത്ത് എന്നതുകൊണ്ട് 2024 ഡിസംബർ മാസത്തില് എനിക്ക് പെർമനന്റ് ആയി പുറത്തു പോകുവാനുള്ള ഓർഡർ ഇവിടുത്തെ ഗവൺമെന്റ് തരുവാൻ തക്കോണം ഇടയായി തീർന്നു. और 3 परोल में भी समय पर लौट कर आने का एक अच्छा एक कार्य मेरे अंदर से देखे, उसके कारणवश 2024 दिसंबर को आमीन हमेशा हमेशा के लिए उस जेल में से बाहर निकलने का एक जो है ऑर्डर जो है वो वहाँ के स्थानीय आमीन जो सरकार है उन्होंने आमीन उस ऑर्डर को बाहर निकाले। ആദ്യത്തെ 3 പരോളിന് ഇവിടുത്തെ ഗവൺമെന്റ് എതിരായിരുന്നപ്പോൾ ആ 3 പരോള് പുറത്തു വന്ന് തിരിച്ചു വന്ന് അകത്ത് ചെന്നത് കൊണ്ട് ആമേൻ ആ എതിരായി നിന്ന ഗവൺമെന്റ് ആണ് ഇപ്പോൾ എന്നെ 24 എന്നോട് പറഞ്ഞത് പുറത്തു പോയിക്കോ എന്ന് എനിക്ക് ഓർഡർ തന്നത്, ആദേശം തന്നത്. और पहले 3 परोल जो यहाँ के स्थानीय सरकार जो है विरोध किया, परंतु फिर जो प्राप्त होने के पश्चात समय पर लौट कर जाने का एक अच्छा कार्य उन्होंने जो मेरे अंदर देखा, उसी के कारण से 2024 में सरकार ने ये आदेश दिया कि आप हमेशा हमेशा के लिए आप बाहर जा सकते हैं। അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലോ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. जैसे प्रेरित पौलुस इस बात को कहता है, ആമേൻ. परमेश्वर हमारे अनुकूल हैं तो हमारे विरोधी कौन हो सकता है। നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മുടെ പ്രതിയോഗികളെയും കർത്താവ് നമുക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അവനെയാണ് നാം സേവിക്കുന്നത്, അവനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രതികൂലങ്ങളെ നമുക്ക് അനുകൂലമാക്കി തരുന്നവൻ, നമ്മുടെ പ്രതിയോഗികളെ നമുക്ക് അനുകൂലമാക്കി തരുന്ന ഒരു ദൈവത്തെയോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. हमारे हर एक विपरीत परिस्थिति को हमारे अनुकूल बनाकर देने वाला, हमारे विरोध में रहने वाले लोगों को हमारे साथी बनाने वाला एक परमेश्वर की हम आराधना और सेवकाई करते हैं। ഇപ്പോഴും എന്റെ മേൽ കേസ് ഹൈക്കോർട്ടിലുണ്ട്, പക്ഷെ ഞാൻ ഫുൾ ഫ്രീഡമാണ്, ഫുൾ ഫ്രീയിലാണ്. और आज भी मेरे ऊपर जो केस जो है हाई कोर्ट में चल रहा है, परंतु मैं पूर्ण रीति से स्वतंत्र घूमता हूँ ജാമ്യം കിട്ടിയിട്ടില്ല, और किसी भी प्रकार की ജമാനത്ത്, जमानत प्राप्त नहीं हुआ है, എന്നാൽ ഫുൾ ഫ്രീഡമാണ്. परंतु परमेश्वर पूरी रीति से स्वतंत्र रहने के लिए मुझे मदद करता है। നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. मैं आगे भी ये समझता हूँ कि प्रभु जो है विश्वास योग्य परमेश्वर है। കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ ആമേൻ ഇനി എന്തെങ്കിലും നമുക്ക് അവസരം ലഭിക്കുന്നെങ്കിൽ അനുഭവങ്ങളെ ഷെയർ ചെയ്യാം, നമുക്ക് തമ്മിൽ കാണാം. നിങ്ങളെ ജയ്പൂരിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ബോംബെയിൽ വന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരം തരും. और प्रभु की आगमन में देरी है तो फिर कभी हम आमने सामने मिलने के लिए हम योजना बना सकते हैं। मैं आप सभी को जो है जयपुर के लिए स्वागत करता हूँ, या प्रभु यदि इच्छा करे तो मैं मुंबई आकर आपके सामने सेवकाई करने के लिए मैं कोशिश करूंगा। തിരുവചനത്തിലെ ഒരു വേദഭാഗം ഈ പ്രഭാത സമയത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 49-ാം വാക്യം. और प्रभु के वचन में से एक छोटी सी आयत जो है मैं प्रभु की उपस्थिति में पढ़कर कुछ बातों को बताना चाहता हूँ। लूका रचित सुसमाचार 12 अध्याय उसके 40 वचन को हम पढ़ेंगे। എന്നെ വളരെ ചിന്തിപ്പിക്കുകയും എന്റെ ശുശ്രൂഷയിൽ എനിക്ക് വളരെ പ്രചോദനം തരികയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണിത്. और मुझे बहुत सोचने में मजबूर करने वाले और मेरे सेवकाई में मुझे बहुत प्रोत्साहन देने वाला एक वचन है ये जो हम आज पढ़ने जा रहे हैं। ഇത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്നെ തന്റെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ ഒരു തിരുവചന വാക്യമാണ് ഇത്. और यीशु मसीह अपने सेवकाई के दौरान यीशु मसीह अपने मुंह से बोला हुआ एक वचन का भाग है ये।
നാം അവിടെ ഇപ്രകാരം വായിക്കുന്നു, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു. और इस प्रकार से पढ़े जाते हैं कि इस आमीन जो संसार में जो है आग आमीन या आमीन आग का अनुभव को लाने के लिए मैं आया हूँ, वो यदि अभी ही होता वो कितना भला होता। നമ്മുടെ യേശു തമ്പുരാൻ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. हमारे यीशु मसीह इस प्रकार से कहते हैं कि इस संसार में जो है आग डालने के लिए मैं आया हूँ। നമ്മോട് ആരെങ്കിലും ചോദിക്കുക, കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനേക കാരണങ്ങൾ പറയുവാനുണ്ട്. और यदि हमसे कोई पूछता है कि हमारे यीशु मसीह संसार में आने के पीछे का उद्देश्य क्या है, तो हमें अनेक कारणों को बताने के लिए है। പാപികളെ തേടി കർത്താവ് വന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. हम ये बात तो कह सकते हैं आमीन कि मैं पापियों को ढूंढने के लिए यीशु मसीह यहाँ पर आया है। നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞും കൊണ്ട് ഞാൻ വന്നു എന്ന് കർത്താവ് വന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. और दूसरी बात हम कह सकते हैं कि जो खोए हुए हैं उनको ढूंढ कर प्रभु यीशु मसीह यहाँ आया है। എന്നാൽ കർത്താവ് അതൊന്നും അല്ല പറയുന്നത്. കർത്താവ് പറയാണ്, ഞാൻ ഭൂമിയില് തീയിടുവാൻ വന്നിരിക്കുന്നു. लेकिन प्रभु यीशु मसीह ये नहीं कह रहा, परंतु उसके 49 वचन में कहता है कि मैं पृथ्वी पर आग लगाने आया हूँ। അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അല്ലാതെ ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു? और क्या चाहता हूँ केवल यह कि अभी वो सुलग जाती। ഈ നാളുകളിൽ നമുക്ക്, നമ്മുടെ സഭകൾക്ക്, നമ്മുടെ ദൈവമക്കൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ആമേൻ ഈ ഒരു അവസ്ഥയാണ്. ആത്മാവിന്റെ തീയ് നമ്മിൽ ഇറങ്ങേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. इन दिनों में हमें हमारी कलीसियाओं को, हमारे बच्चों को, हमारी पीढ़ी को बहुत आमीन आवश्यक एक विषय यह है कि वो आत्मा का वो आग यदि हमारी ऊपर उतरती तो कितना बेहतर होता। നാം തിരുവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പല വിഷയത്തോട് നമുക്ക് വായിക്കാറുണ്ട്. और हम जब वचन को पढ़ते हैं तो पवित्र आत्मा को कई विषयों के साथ तुलना करते हुए पढ़ते हुए अनुभव को हम देखते हैं। ആ വിഷയത്തിലൊക്കെ ഒന്നും കടക്കുവാൻ താല്പര്യം. ഇവിടെ കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവാകുന്ന തീയ് ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ, തന്റെ ജനത്തിന്റെ ഇടയിലേക്ക് ഇടുവാൻ തക്കവണ്ണം ഞാൻ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. और यहाँ पर यीशु मसीह ये बात को बताता है कि वो पवित्र आत्मा का वो आग को इस संसार में भेजने के लिए प्रभु आमीन यहाँ पर आया है। പരിശുദ്ധാത്മാവിനെ കൂടാതെ നാം ഈ ഭൂമിയിൽ എന്ത് ചെയ്താലും അതെല്ലാം വെറും നിഷ്പ്രയോജനമുള്ളതാണ്. ഒരു പ്രയോജനവും നമുക്ക് തരുന്നതല്ല. और पवित्र आत्मा के बिना हम इस संसार में चाहे हम कुछ भी क्यों ना करें, वे सब जो हैं वो व्यर्थ ठहरेगा। उसी के द्वारा कोई लाभ हमारे जीवन में नहीं होगा। എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ രാവിലെ സമയം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, നീ ഈ കാലയളവില് എന്നെ ഒരു തീജ്വാലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? और इन दिनों में मेरे आवाज सुनने वाले आप प्रिय लोगों से बात को मैं बताना चाहता हूँ, क्या आप हमें प्रार्थना करने के लिए तैयार हैं कि प्रभु इन दिनों में मुझे आपके उपस्थिति में एक आग के गोले के समान ठहरा कर मुझे प्रभु आपके कार्यों में उपस्थित करा। നാം താമസിക്കുന്നിടത്ത്, നാം ജോലി ചെയ്യുന്നിടത്ത്, നാം വിദ്യാഭ്യാസം ചെയ്യുന്നിടത്ത്, കർത്താവേ, നീ എന്നെ ഒരു തീക്കൊള്ളിയാക്കി, തീജ്വാലയാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയണം. क्या इन दिनों में क्या हम प्रार्थना कर सकते हैं, प्रभु मैं जहाँ पर रह रहा हूँ, मैं जिस स्थान में आमीन में निवास करता हूँ, वहाँ सब मुझे आप आमीन एक आग के गोले के समान ठहरा कर प्रभु आपके कार्यों को मेरे जीवन से पूरा करा। യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. यीशु मसीह को आमीन यीशु मसीह की ओर उंगली उठाते हुए यूहन्ना बपतिस्मा दाता ये बात को बताते हैं कि वे जो है आमीन तुम्हें जो पवित्र आत्मा में और आग में तुम्हारी बपतिस्मा कराएगा। നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം നാം ചെയ്യുന്ന
ആദ്യത്തേതും അവസാനത്തേതുമായ ഒരു അഭിഷേകമാണ് ജലത്താലുള്ള സ്നാനം. और हम जब प्रभु यीशु मसीह को अपने जीवन में उद्धारकर्ता मानने के बाद हम करने वाला पहली और आखिरी एक सेवकाई के रूप में है कि जल में डूबकर बपतिस्मा लेना। നമ്മിൽ എത്ര പേര് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം ഏറ്റിട്ടുണ്ട്? लेकिन हमें ये बात को आज हमें पूछना जरूरी है कि हम में से कितने लोग जो हैं पवित्र आत्मा का वो बपतिस्मा को अपने जीवन में प्राप्त किया है। പരിശുദ്ധാത്മാവിലുള്ള സ്നാനം നാം ഏറ്റിട്ടില്ല എങ്കിൽ പ്രതികൂലവും വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, ഹല്ലേലൂയ, നാം വിശ്വാസം ക്ഷീണിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. यदि हम पवित्र आत्मा का वो बपतिस्मा को हमने अपने जीवन में अनुभव नहीं किया है तो याद रखना है कि जब हमारे जीवन में मुश्किलें आएगी, जब हमारे जीवन में तकलीफ आएगी, तो उन दिनों में, उन समयों में हम प्रभु में टिके रहना, स्थिर रहने के लिए हमारे लिए असंभव ठहरेगा। നാം സ്നാനപ്പെട്ടത് കേവലം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. എന്നാൽ അടുത്ത സ്റ്റെപ്പാണ് സ്നാനപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതല്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയണം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയണം, പരിശുദ്ധാത്മാവാകുന്ന തീയാൽ, ഹല്ലേലൂയ, അഭിഷേകം പ്രാപിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. हम जो है बपतिस्मा पाए हुए हैं तो हम अपने विश्वास जीवन का पहले कदम को हमने उठाकर रखा है, परंतु वहीं पर ठहरने के लिए नहीं। हमें याद रखना है कि पवित्र आत्मा रूपी जो आग है, पवित्र आत्मा का जो बपतिस्मा है, वो हमें प्राप्त करने के लिए हमें आगे बढ़ते चलना है। പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഇത് നമ്മുടെ സമയമാണ്. ഹല്ലേലൂയ, പുതിയ നിയമ കാലയളവിൽ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സമയമാണ് കർത്താവിന് വേണ്ടി ജലിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിലും കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള സമയമാണ്. അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന തീയുടെ അഭിഷേകമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. नए नियम की कलीसिया ये बात हमें याद रखना जरूरी है कि प्रभु का वो अभिषेक को प्राप्त करने का समय हमारे पास निकट आए हुए हैं। हमें हमेशा ये बात को समझना जरूरी है कि इन दिनों में प्रभु की सेवकाई को प्रभु जैसा चाहता है वैसे सामर्थ्य रूप से हमें करना है। तो पवित्र आत्मा के अभिषेक के बिना, वो भरपूरी के बिना हम कुछ भी नहीं कर सकते हैं। ലവോദിക സഭയെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഹല്ലേലൂയ, നീ ശീതോഷ്ണവാനായിരിക്കുന്നു, ആമേൻ എന്നാണ് ലവോദിക സഭയെ കുറിച്ച് പറയുന്നത്. लौदीकिया कलीसिया की ओर देखकर प्रभु की आत्मा इस प्रकार से उनको भविष्यवाणी करता है कि ना तो तू ठंडा है, ना तो तू गर्म अवस्था में है, तो गुनगुना अवस्था में पाया जा रहा है। നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിൽ നാം എത്രത്തോളം ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നവരാണ് എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യുവാൻ നമുക്ക് ഇടയായി തീരണം. हमारी आत्मिक सेवकाई में हमें बात को समझना है, ध्यान रखना जरूरी है, हम कितने प्रभु की आत्मा में और सच्चाई में आराधना करने वाले लोग रहते हैं। ഇന്ന് അധികവും ആത്മീയ കൂട്ടായ്മകള് പാട്ടുകൾക്കകത്ത് നിൽക്കുകയും വെറും രണ്ടുപേരുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിൽക്കുകയും അരമണിക്കൂർ വചനഘോഷണത്തിൽ നിൽക്കുകയും ചെയ്യുന്നതല്ലേ നമ്മുടെ ആത്മീയ കൂട്ടായ്മ. എന്നാൽ ദൈവത്തെ ആത്മാവില് ആരാധിക്കുന്ന എത്ര അവസ്ഥ ഇന്ന് നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിലുണ്ട്. हमारी आत्मिक सेवकाई अब आज की तारीख में जो है अधिकांश जो है 2 गीत में, 2 प्रार्थना में और आधे घंटे की सेवकाई में खत्म होने वाले एक आत्मिक सभा में हम बदल गए हैं। परंतु कितने समय हम आत्मा में आराधना और सच्चाई में आराधना करने के लिए हम अपने आप को शामिल कराते हैं। ഞാൻ എന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, രാത്രി 2:30 വരെ ദൈവത്തെ ആത്മാവില് ആരാധിച്ച് മണിക്കൂറുകൾ ദൈവത്തെ ആരാധിച്ച് സമയം പോയത് അറിയാതെ ദൈവത്തെ ആരാധിച്ച അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. प्रभु के दास ने जब प्रभु की आत्मा का वो अभिषेक को प्राप्त किया था, रात के समय में था, और रात के समय वे घंटों 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 तक प्रभु की आत्मा में आराधना करते हुए अनुभव में, वे इन दिनों में उन अनुभवों को याद करते हैं। ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, നീ എന്നെ ഒരു തീ കഷ്ണമാക്കി മാറ്റണമേ, ഒരു തീക്കൊള്ളിയാക്കി മാറ്റണമേ, ഒരു അഗ്നിജാലയായി എരിയുവാൻ, കത്തുവാൻ, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം.
इन दिनों में हम अपने हृदय की गहराई से प्रार्थना करेंगे कि प्रभु इन दिनों में हमें एक आग के गोले के समान, एक आमीन कोयले के, आमीन जलती हुई सुलगती हुई कोयले के जैसे मुझे अनुभव में ले आए, ताकि मैं जब आराधना करूं, प्रार्थना करूं, तो अनेकों के लिए मेरे जीवन से एक आशीष का कारण ठहरने दे। നാം പഴയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊള്ളുമ്പോൾ ഹല്ലേലൂയ, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഏലിയാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ യാഗവസ്തുവിന്റെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങി. അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? और हम आमीन पुराने नियम में इस आमीन पवित्र आत्मा के अनुभव के बारे में पहले राजाओं का पुस्तक 18वें अध्याय में जब हम पढ़ते हैं, तो वहां पर एलिया ने जब प्रार्थना किया तो परमेश्वर के स्वर्ग में से आग उतर आए। तो उसके पीछे का रहस्य क्या है आप जानते हैं? നാം ഏലിയാവിനെ കുറിച്ച് വായിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. ഏലിയാവിനെ കുറിച്ച് തിരുവചനം പറയുന്നത്, ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം തീ ഇറക്കിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? और एलिया के बारे में नए नियम में हम जब पढ़ते हैं, तो वचन हमें ये बात को समझाता है कि एलिया हमारे समान दुख सुख भोगी एक मनुष्य था। तो लेकिन इस एलिया ने जब प्रार्थना किया, तो स्वर्ग में से आग उतर आने के पीछे का अनुभव या कारण क्या रहा है? ഞാൻ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഹല്ലേലൂയ, ഏലിയാവ് നമ്മൾ വായിക്കുന്ന ഏലിയാവ് ഇടിഞ്ഞു കിടന്നതായ യാഗപീഠത്തിന്റെ കല്ലുകള് പിറക്കി വെച്ച് ഹല്ലേലൂയ യഥാക്രമത്തിലായി കഴിഞ്ഞപ്പോൾ ഏലിയാവിന്റെ പ്രാർത്ഥന ദിവസങ്ങൾ നീണ്ടില്ല, മണിക്കൂറുകൾ നീണ്ടില്ല. ഹല്ലേലൂയ. അതേ നിമിഷത്തിൽ തന്നെ ദൈവം ഉത്തരമരുളി സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി. ഈ ദിവസങ്ങൾ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ പണിയുവാൻ തക്കവണ്ണം വ്യക്തികളെ, കുടുംബങ്ങളെ നമുക്ക് തയ്യാറാകാം. और एलिया के प्रार्थना के पीछे आग उतरने का अनुभव यह था, क्योंकि पिछले आयतों में हम जब पढ़ते हैं, तो वचन हमें बताता है कि एलिया ने जो है टूटी हुई वेदी को उसने मरम्मत किया, और इजराइल के प्रभु के व्यवस्था के अनुसार उसने उस वेदी को खड़ा किया। और जब उसने उस प्रकार से उसके ऊपर जब बलिदान को किया, तो परमेश्वर ने उसकी प्रार्थना के पीछे समयों को और आमीन महीनों को नहीं लगाए, परंतु तुरंत प्रभु उसकी प्रार्थना सुनकर उस वेदी पे आग उतरता है। इन दिनों में हम भी अपने जीवन में ध्यान रखना जरूरी है कि हमारी जीवन की टूटी हुई वेदियों को, परिवार के हो या व्यक्तिगत जीवन में हो, टूटी हुई वेदियों को मरम्मत करें और प्रभु की ആമേൻ. उपस्थिति बलिदान को करें। ആമേൻ. ഒരു സമയത്ത് ഹല്ലേലൂയ ചരിത്രത്തെ നമ്മൾ പഠിക്കുമ്പോൾ ജോൺ വെസ്ലിയെ കുറിച്ച് പഠിക്കുവാൻ കഴിയുന്നത്, താൻ ഒരു തീ കഷ്ണമായി അന്ന് കർത്താവിന് വേണ്ടി നിലകൊണ്ട ഒരു ഭക്തനാണ്. ഈ കാലയളവില് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജോൺ വെസ്ലിയായി, ഒരു DL മൂഡിയായി മാറുവാൻ നമുക്ക് കഴിയുമോ? और हमें जब इतिहास को जब हम पढ़ते हैं, तो जॉन वेस्ली के बारे में बताया जाता है कि उसके समय में वे प्रभु के लिए एक आग के गोले के समान, आमीन, वे प्रभु के लिए कार्यरत होते थे। तो आज हम अपने आप से पूछे कि आज की तारीख में हम एक जॉन वेस्ली और एक DL मूडी के समान प्रभु के लिए उपयोगी बन सकते हैं क्या? ഒരു മാർട്ടിൻ ലൂഥറായി മാറുവാൻ നമുക്ക് കഴിയുമോ? क्या हम एक मार्टिन लूथर जैसे एक जीवन जीने के लिए हम अपने आप को समर्पित कर सकते हैं क्या? പ്രതികൂല സാഹചര്യത്തിലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? और प्रतिकूल अवस्थाओं में भी परमेश्वर के लिए स्थिर खड़े होने के लिए क्या हमसे संभव है? ഇത് പിന്മഴയുടെ കാലമാണ്. നമുക്കൊരു മഴയ്ക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കാം. और ये एक पिछली वर्षा का समय है, एक असली बारिश के लिए हम प्रभु से प्रार्थना करेंगे। നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ആത്മീയ കൂട്ടായ്മകളുടെ മേൽ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ദൈവം അഗ്നിയെ ഇറക്കട്ടെ, തീയെ ഇറക്കട്ടെ. ആമേൻ. നമുക്കൊരു തീ കഷ്ണമായി മാറാം. हम आमीन इन दिनों में हमारी छोटी आमीन संगति हो या बड़ी मंडली हो, आमीन उन दिनों में उन सारी मंडलियों में परमेश्वर की आत्मा का एक बड़ी बारिश को उतरने के लिए हम प्रभु से प्रार्थना करेंगे। നമ്മുടെ തലമുറയുടെ മേൽ ഹല്ലേലൂയ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവാകുന്ന തീ ഇറങ്ങുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. हमारे परिवारों के ऊपर स्वर्ग की पवित्र आत्मा का वो आग उतरने के लिए हम प्रभु से प्रार्थना करेंगे।
പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകള് കേവലം നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവവചനം പറയുന്നു, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളെല്ലാം ആമേൻ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതായി തീരട്ടെ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് നിശ്ചയമായും പ്രവർത്തിക്കും. हमारी कई प्रार्थनाएं जो हैं अमेन परमेश्वर के अमेन हमारे उपस्थिति प्रभु की उपस्थिति में हम जो उपवास प्रार्थनाओं को करते हैं वे जो है अपनी 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 आवश्यकताओं के लिए हम प्रार्थना करते हैं, लेकिन प्रभु का वचन हमें यह बात को याद दिलाता है पहले अपने राज्य और धर्म के विषय में खोज करना है। तो क्या हम ऐसे प्रार्थनाओं को करने के लिए हम अपने आप को समर्पित कर सकते हैं क्या? പ്രതികൂലം എന്തുമായിക്കോട്ടെ, मुश्किल हमारे जीवन में कुछ भी क्यों ना होने दो, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മെ തൊടുവാൻ തക്കവണ്ണം ഒരു ശക്തിക്കും കഴിയത്തില്ല. यदि पवित्र आत्मा को आग हमारे जीवन में है तो हमारे ऊपर हाथ लगाने के लिए किसी को भी प्रभु अनुमति नहीं देता है। ആമേൻ. പ്രതികൂലത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണമെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന ശക്തി, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി, പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകം നമ്മുടെ മേൽ ഉളവാകേണ്ടത് ആവശ്യമാണ്. और मुश्किलों में यदि हमें स्थिर खड़े रहना है तो पवित्र आत्मा का वो अग्नि और पवित्र आत्मा का वो अभिषेक हमारे ऊपर रहना बहुत जरूरी है। അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. और इसलिए यीशु मसीह ये बात को हमें बता रहे हैं कि मैं पृथ्वी में आमीन आग लगाने आया हूँ। ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ നമ്മുടെ ഭാരതത്തില് ഹല്ലേലൂയ ആ അഗ്നിയെ ഒന്ന് അയക്കണമേ. और इन दिनों में प्रभु के लोगों हम प्रार्थना करेंगे, प्रभु की उपस्थिति में हम प्रभु से इस प्रकार से विनती करें कि हमारे भारत में प्रभु आपकी अग्नि को भेजे। നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിൽ ഹല്ലേലൂയ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയക്കണമേ. हमारी आत्मिक संगतियों में आमीन प्रभु आपकी पवित्र आत्मा की अग्नि को आप भेजना है। മർക്കോസിന്റെ മാളിക മുറകിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഹല്ലേലൂയ എന്റെ തലമുറയുടെ മേൽ അയക്കണമേ. इस प्रकार मरकुस की उस अटारी पर जो पवित्र आत्मा का वो आग उतराया, उसी प्रकार प्रभु की आग हमारे मध्य में उतर आए। ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയിൽ ആ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കത്തുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. हमारी सेवकाई में वो पवित्र आत्मा का आग उतराने के लिए प्रभु मदद करे। ഇത് നമ്മുടെ സമയമാണ്. ये हमारा समय है। ഭാരതത്തിലെ ദൈവമക്കളെ ഇത് നമ്മുടെ സമയമാണ്. भारत के प्रिय लोगों ये हमारा समय है। ഈ തലമുറയിൽ ജീവിക്കുന്ന ദൈവമക്കളെ ഇത് നമ്മുടെ സമയമാണ്, നമുക്ക് ചെയ്യുവാനുള്ള സമയമാണ്. इस पीढ़ी में जीवित रहने वाले प्रिय लोगों ये हमें करने का समय प्रभु ने हमें दिया है। ആത്മാവിന്റെ ശക്തിയോടുകൂടെ മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. आत्मा के सामर्थ्य के साथ बढ़ने के लिए प्रभु हमारी सहायता करने पाए। നമ്മുടെ ഓൺലൈൻ പ്രയർ, हमारी जो ऑनलाइन प्रार्थनाएं हैं, ഓഫ്ലൈൻ പ്രയർ, हमारे जो सामने सामने होने वाली प्रार्थनाएं हैं, നമ്മുടെ പേഴ്സണൽ പ്രയർ, हमारी व्यक्तिगत प्रार्थना जो है, നമ്മുടെ പൊതുവായിട്ടുള്ള ആത്മീയ കൂട്ടായ്മകള്, हमारी आम सभा जो हम चलाते हैं, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിറവിലായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ये सब जो है पवित्र आत्मा के वो भरपूरी और नियंत्रण में रहने के लिए हम प्रभु से प्रार्थना करेंगे। ഈ വചനങ്ങളാ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. वचनों के द्वारा प्रभु हम सबको अनुग्रह और आशीष देने पाए। ഇപ്രകാരം എനിക്ക് തന്ന ഈ അവസരം തന്ന പ്രിയ കർത്താവിന്റെ ദാസന് ആമേൻ, മറ്റെന്റെ ശബ്ദം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹത്തെ ആമേൻ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഹല്ലേലൂയ വലിയൊരു ആത്മീയ ഉണർവുള്ളവാകുവാൻ തക്കോണം, നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കോണം ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. प्रकार से जो अवसर प्रभु के दास ने मुझे अमेन दिया और मेरी आवाज को सुने हुए आप सभी को प्रभु बहुत आयत से आशीष देने पाए। हमारे भारत में परमेश्वर की आत्मा का एक बड़ी कार्य होने के लिए हम मिलकर प्रार्थना करेंगे। प्रभु हम सबको आशीष और अनुग्रह दे। आमेन। ആമേൻ. ആമേൻ.